ജഗദീഷ് ഏട്ടാ, ഈ സിനിമയിൽ കാമുകിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ലവ് ലെറ്റർ എഴുതുന്ന സമയത്ത് ജഗദീഷ് ഏട്ടൻ എഴുതുന്നൊരു സെന്റൻസ് ഉണ്ട്. ഇഫ് യു ലവ് മീ ഓൾസോ ഐ ലവ് യു. ഇംഗ്ലീഷാ? അതിന്റെ ഉദ്ദേശിച്ചത് ഇതാണല്ലേ, അതായത് നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും അതൊരു മുറി ഇംഗ്ലീഷ് ആയിരുന്നു, പക്ഷെ അത് ശരിക്കും എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് എന്താ? അത് പല രീതിയിലും പറയാം. വേണമെങ്കിൽ ഈവൻ ഇഫ് യു ഡോണ്ട് ലവ് മീ ഐ വിൽ കീപ്പ് ഓൺ ലവിങ് യു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പ്രേമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷ് നമ്മളെ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും സഹായിക്കും. നമ്മൾ പാശ്ചാത്യ ഭാഷ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളേണ്ട കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇംഗ്ലീഷ് നമ്മുടെ രക്ഷയ്ക്കെത്തും, നമ്മുടെ സഹായത്തിനെത്തും. അപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് നമ്മുടെ ലൈഫിൽ നമുക്ക് ജോലിയിലും നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് അത് വേറൊരു ലെവലാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഹൗസ് നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾ പറയുന്ന സമയത്ത് വേറെ ആരും അറിയാതെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റാക്കും. റിസൾട്ട് ഉറപ്പാണ്. അല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാം. മുകളിൽ ബയോയിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്. താങ്ക് യു. All the best, Sheffield and English House. English House. English at your fingertips.